സ്വർണ്ണക്കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക കേസിലാണ് ജാമ്യം. സ്വർണ്ണക്കവർച്ചയിൽ ആദ്യ ജാമ്യം അനുവദിച്ചത് കൊല്ലം വിജിലൻസ് കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SITക്ക് വൻ തിരിച്ചടിയാണ്. വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ജാമ്യം അനുവദിച്ചത് ഈ SITയുടെ ഗുരുതര വീഴ്ചയെ തുടർന്ന് തന്നെയാണെന്നതിൽ സംശയമില്ല. 90 ദിവസമായിട്ടും നിർണായക തെളിവുകൾ ഉണ്ടായിരുന്ന ഒരു മുഖ്യപ്രതിക്കെതിരെ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. പിണറായി സർക്കാർ നിയമിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്തൊക്കെയായിരുന്നു കോടതി നിരീക്ഷണങ്ങൾ? ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിലാണോ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ, മറ്റൊരു കേസിൽ അകത്ത് കിടക്കണ്ടേ? അശ്വതി, കനത്ത തിരിച്ചടി തന്നെയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കോടതിയിൽ ഇത്രയും ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അത് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ വാദം പൂർത്തിയായി. കർശന ഉപാധികളോട് മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഏതായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ തന്നെ ഈ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ കൂടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിരിക്കുന്നുവെന്നത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് മുരാരി ബാബുവിനായും സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ട് ഈ അഭിഭാഷകൻ ഇന്ന് ഈ വിജിലൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചിട്ടുള്ളത്. മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ 2 കേസുകളിലും ജാമ്യം അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ജയിൽ മോചിതനാകുമെന്നുള്ളതാണ്. അതായത് മുഖ്യപ്രതിയും അതോടൊപ്പം അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബുവും ഈ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നു. കോടതി ജാമ്യം അനുവദിച്ചു നൽകുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് SITക്ക് കാലാവധി പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ പഴുതുകൾ അടച്ചുകൊണ്ട് SIT കുറ്റപത്രം സമർപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് SIT പലരെയും ചോദ്യം ചെയ്തു, പിന്നീട് വിട്ടയക്കുന്നു. പക്ഷേ ഈ അറസ്റ്റിലായ പ്രതികളുടെ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ SIT ചെയ്തില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യം. അതായത് ഒരു മുഖ്യപ്രതിക്ക് സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു പ്രതി അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ്. ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതിക്ക് ജാമ്യം കിട്ടും. അത്തരത്തിലൊരു നീക്കം അത് SITയുടെ ഭാഗത്തു നിന്നും കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളും നിലനിൽക്കുകയാണ്. കാരണം 90 ദിവസം കഴിയുന്നത് വരെ ഈ പ്രതിയെ ജയിലിലിട്ടിരുന്നാൽ സ്വാഭാവികമായും ജാമ്യം അനുവദിക്കുമെന്ന് SITക്കും അറിയാം. നിർണായക ചോദ്യങ്ങൾ കൂടി മറഞ്ഞിരിപ്പുണ്ട്. ഈ പോറ്റിയെ പുറത്തിറക്കേണ്ടത് അന്വേഷണ സംഘം വഴി ആരുടെയൊക്കെ ആവശ്യമാണ്? ചില തെളിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ എന്തായാലും അത് സുരക്ഷിതമാണ്. അപ്പോൾ പോറ്റിയെ പുറത്തിറക്കേണ്ട ആവശ്യം അന്വേഷണ സംഘത്തിലൂടെ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി വ്യക്തമല്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഈ ഇടക്കാല കുറ്റപത്രം ഇത്രത്തോളം വൈകിപ്പിച്ചത് അല്ലെങ്കിൽ സമർപ്പിക്കാത്തത്? ഇനിയിപ്പോൾ മുരാരി ബാബുവിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. കാരണം ഇതുവരെയും ആ കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല. തീർച്ചയായും. അതായത് ഒക്ടോബർ 17-ാം തീയതിയാണ് ഈ ദ്വാരപാലക ശില്പക്കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നത്. അതിനു പിന്നാലെ തന്നെ മുരാരി ബാബു 2 കേസുകളിലുമായി ഒന്നിച്ച് അറസ്റ്റിലാകുന്നു. മുരാരി ബാബു ഇപ്പോൾ കട്ടിളപ്പാളി കേസിലും 90 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ ഇനി 90 ദിവസം പിന്നിടാൻ കുറച്ച് ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. ഈ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം നേരത്തെ സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷകളെല്ലാം തള്ളിയ വിജിലൻസ് കോടതി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ കൃത്യമായും മുരാരി ബാബുവിനും കൂടെ ജാമ്യം അനുവദിച്ചു നൽകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും പ്രോസിക്യൂഷൻ ഇതിൽ എതിർത്ത് നിൽക്കാനാവില്ല. കാരണം ഈ SITയുടെ ഭാഗത്തു നിന്നുള്ള നടപടി കൃത്യമായും പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് പ്രോസിക്യൂഷന് അതിനെ എതിർത്ത് നിൽക്കുന്നതിൽ പരിമിതികളുണ്ട്. ഏതായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉപാധികൾ വേണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഉപാധികളോടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം എന്ന് പറയുന്നത് തീർച്ചയായും മനോജ്, അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വൈകാതെ മുരാരി ബാബുവിനും ജാമ്യം ലഭിക്കുമോ എന്നതാണ് ചോദ്യം. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതായതോടെയാണ് ഈ ജാമ്യത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കോടതി സ്വാഭാവിക നടപടിക്രമം പ്രകാരം നൽകിയത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.